ഗോകുലം ഗോപാലിനെ 6 മണിക്കൂറാണ് ഇ.ഡി ചോദ്യം ചെയ്തത്. എന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ ഗോകുലം ഗോപാലിന് പോലും അറിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മാധ്യമങ്ങളോട് പ്രതികരിച്ചത്, എനിക്കറിയില്ല, എന്നോട് വരാൻ പറഞ്ഞു, ഞാൻ പോയി. 6 മണിക്കൂർ ചോദ്യം ചെയ്തു, എന്ത് ചോദിച്ചു എന്ന് പോലും അറിയില്ല എന്നുള്ള ഭാവത്തിലാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. യഥാർത്ഥത്തിൽ എമ്പുരാനിൻ്റെ വിഷയത്തിലല്ല ഗോകുലം ഗോപാലിനെ ഇ.ഡി ചോദ്യം ചെയ്യുന്നത്, വിളിപ്പിക്കുന്നതും എന്നാണ് പറയുന്നത്. ചില ജിഹാദി ഫണ്ടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് എന്ന് പറയുന്നു. അതിൻ്റെ ഒന്നും സ്ഥിരീകരണം വന്നിട്ടില്ല. എന്തായിരിക്കും ഗോകുല ഗോപാലിലൂടെ ഇ.ഡി പ്രതീക്ഷിക്കുന്നത്? ഇ ഡി എന്ന് പറയുന്നത് ഒരു പ്രതിഭാസമായി മാറിയിരിക്കുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ, ശത്രു സംസ്കാരം. അപ്പോൾ ശത്രു സംഹാരത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നതായിട്ടുള്ള ഒരു വലിയ ഫോഴ്സായിട്ട് അത് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇ ഡി ചെയ്യുന്ന കാര്യങ്ങളൊന്നും ആർക്കും ഒരു പിടിയില്ലാതെ നടക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, കേരളത്തിൽ വളരെ വിവാദപരമായിട്ടുള്ള ഒരുപാട് അന്വേഷണങ്ങൾ ഇ ഡി ഇടപെടുന്നുണ്ട്, പ്രത്യേകിച്ച് സ്വർണ്ണക്കള്ളക്കടത്തുമായിട്ടൊക്കെ. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. അത് ഇ ഡിയുടെ ഒരു ക്രെഡിബിലിറ്റിയെ നല്ല രീതിയിൽ ചോദ്യം ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അന്ന് കാലത്ത് ഒക്കെ നമ്മൾ കരുതപ്പെട്ടതെന്താണെന്ന് വെച്ചാൽ, ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ശിക്ഷ ഏറ്റുവാങ്ങാനായിട്ട് മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ ഓഫീസിനും കഴിയുമെന്നാണ് നമ്മൾ കരുതപ്പെട്ടത്. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. എല്ലാം വാർത്തകൾ മാത്രമായിട്ട് ആ വാർത്തകളിങ്ങനെ മലര് പോലെ പൊട്ടി പടർന്ന് കേരളം മുഴുവൻ നിറഞ്ഞെന്നല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് അതെ, അങ്ങനെ എന്താണ് അവരങ്ങനെ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവില്ല. ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം എമ്പുരാൻ സിനിമ വരികയും ആ സിനിമ ഇതിൻ്റെ അകത്ത് ആരും ഇടപെട്ടില്ലായിരുന്നെങ്കിൽ അങ്ങനെ വലിയ സംഭവമല്ലാതെ ആളുകൾ കണ്ട് മറന്നു പോകുന്നൊരു സിനിമയായിട്ട് മാറുമായിരുന്നു. പക്ഷേ സിനിമ വന്ന ഉടനെ തന്നെ നമ്മൾ കേൾക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, വലിയ വിവാദത്തിലേക്ക് ആ സിനിമയെ കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇപ്പം എമ്പുരാൻ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഈ തമിഴ് ഭാഷയിൽ നിന്നും മലയാള ഭാഷയിൽ നിന്നൊക്കെ രൂപപ്പെട്ട ഒരുതരം വരമൊഴി പോലെ രൂപപ്പെട്ടു വന്നിരിക്കുന്ന ആ സാധനത്തിൻ്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവതുല്യനായിട്ടുള്ള രാജാവ് എന്നാണ്. അപ്പോൾ ആരെയോ രക്ഷിക്കാൻ അവതരിക്കപ്പെട്ടിരിക്കുന്ന ദൈവതുല്യനായിട്ടുള്ള ഒരു രാജാവാണ് എമ്പുരാൻ എന്ന് ഒരു കൺസെപ്റ്റ് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നതായിട്ടുള്ളൊരു സിനിമയാണത്. മാത്രമല്ല, ഒരാളുടെ സഹോദരിയെ ക്രൂരമായിട്ട് കൊന്നു കഴിഞ്ഞതിൽ അദ്ദേഹത്തിനുണ്ടായിരിക്കുന്ന ഒരു പകപോക്കൽ, ഇതാണ് അതിൻ്റെ ഒരു ബേസിക് ത്രെഡ് എന്ന് പറയുന്ന സാധനം. ഈ സാധനത്തെ വെച്ചിട്ട് എടുത്തൊരു സിനിമയാണ്. പക്ഷേ അതിൻ്റെ അകത്ത് ഈ സിനിമ എടുത്ത ആളുകൾ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ത്യയിലെ വിവാദമായിട്ടുള്ള പല വിഷയങ്ങളും, ഗോദ്ര സംഭവവും അതേപോലെ തന്നെ ഗുജറാത്ത് വംശീയ കലാപവും ഒക്കെ ചർച്ച ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് അതിൻ്റെ സാധനങ്ങൾ സ്പ്രെഡ് ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ്. ആ ചർച്ചയിലേക്ക് വന്നതോടുകൂടിയാണ് എമ്പുരാൻ എന്ന് പറയുന്നത് ആവേശമായി മാറിയത് അവസാനം സിനിമാ തിയേറ്ററിൽ. അല്ലെങ്കിൽ ഈ കളക്ഷനിലേക്കൊന്നും അത് പോകാനുള്ള സാധ്യതകളില്ല എന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തൽപ്പെടൽ നടന്നത്. പക്ഷേ ഇപ്പോൾ അതങ്ങനെ വിവാദമായി മാറി. ആ വിവാദത്തിൻ്റെ അതിൻ്റെ ഒരു രാഷ്ട്രീയം നമ്മൾ പരിശോധിക്കുമ്പോഴാണ് ഈ ഗോകുലിൻ്റെ റെയ്ഡുമായി ബന്ധപ്പെട്ട് അതിനെ കൂട്ടിയിണക്കി വലിയ ചർച്ച സമൂഹത്തിനകത്ത് നടക്കുന്നു. കാരണം ആ സിനിമയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ആ സിനിമ സെൻസർ ബോർഡ് സെൻസർ ചെയ്ത് ഒരു കുഴപ്പമില്ല എന്ന് തോന്നി സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് മക്കൾ കൊണ്ടുപോയി പ്രദർശിപ്പിച്ചു എന്ന് പറഞ്ഞ് പ്രദർശനം ആരംഭിച്ചതാണ്. പക്ഷേ ആ പ്രദർശനം തുടങ്ങിയതിന് ശേഷം എന്ത് ചെയ്യുന്നത് വെച്ചാൽ, BJP-യുമായിട്ട് റിലേറ്റഡായ പല നിരൂപകരോ രാഷ്ട്രീയ നേതാക്കളൊക്കെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഇത് ഗുജറാത്ത് കലാപം ഒളിച്ചു കടത്തിയ സിനിമയാണ്, BJP-ക്കെതിരായിട്ടുള്ളൊരു രാഷ്ട്രീയ സിനിമയാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വരികയും RSSൻ്റെ മുഖപത്രമായിട്ടുള്ള ഓർഗനൈസർ 1, 2, 3 ദിവസം അതിനെതിരായിട്ട് നിരന്തരം എഴുതാൻ തുടങ്ങി. ഇതോടുകൂടി ഈ ഓർഗനൈസറൊക്കെ വായിക്കുന്ന ആൾക്കാർ വളരെ അപൂർവമാണ്. പക്ഷേ ഓർഗനൈസറിൽ വന്നിരിക്കുന്ന ആ ലേഖനം എന്ന് പറയുന്നത് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളിലേക്കും അതേപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിലേക്കൊക്കെ കടന്നു കയറി വലിയ രാഷ്ട്രീയ ചർച്ചയായിട്ട് മാറിയോടെ എമ്പുരാൻ എന്ന് പറയുന്നത് ഇങ്ങനെ വലിയ ഹൈപ്പിലായി മാറി. അങ്ങനെ ഹൈപ്പിലായി മാറിയ സമയത്ത് BJP-ക്കെതിരെ സിനിമ പിടിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ശരിപ്പെടുത്തും എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇ ഡി വന്നത് എന്നാണ് വിമർശനാത്മകമായിട്ട് ഈ കാര്യങ്ങളെ കാണുന്നത്. അങ്ങനെ ഇ ഡി ഗോകുലം ഗോപാലിന് മാത്രമല്ല, ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അതിൻ്റെ
മുഖ്യ ശത്രു ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് മുഖ്യ ശത്രു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൃഥ്വിരാജാണ്. ആ പൃഥ്വിരാജ് എന്തുകൊണ്ട് അങ്ങനെ മുഖ്യ ശത്രുവായെന്ന് വെച്ചാൽ എമ്പുരാൻ കൊണ്ടല്ല, പല ഇതിക്ക് മുമ്പുള്ള പല വിഷയങ്ങളിലും പൃഥ്വിരാജ് എടുത്തിരിക്കുന്നതായിട്ടുള്ള രാഷ്ട്രീയ നിലപാട് അത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് ശത്രുതാപരമാണെന്ന് തോന്നുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അവരുടെ പ്രധാനപ്പെട്ട ലിസ്റ്റിൽ മാർക്കഡാണ് ആര്? പൃഥ്വിരാജ്. അതുകൊണ്ട് പൃഥ്വിരാജിനെ ശരിപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് പറയപ്പെടുകയും അതിനനുസരിച്ച് അദ്ദേഹത്തിനെതിരായിട്ട് നീക്കങ്ങൾ ആരംഭിക്കുകയും അദ്ദേഹത്തിന് ഇപ്പോൾ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ED അടുത്ത പരിശോധന നടത്താൻ പോകുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജിൻ്റെ ആവാസ വ്യവസ്ഥയിലേക്ക്. മൂന്നാമത് പെരുമ്പാവ് എന്നാണ് നമ്മുടെ പെരുമ്പാവ് അല്ലേ, അദ്ദേഹത്തിനും കൊടുത്തിട്ടുണ്ട് നോട്ടീസ്. അപ്പോൾ നീയൊക്കെ ഇക്കാലം വരെ സിനിമ എടുത്തിരുന്നത് എങ്ങനെ എന്നുള്ളത് കേന്ദ്രം അന്വേഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അത് വിദേശ ഫണ്ടാണ്, തീവ്രവാദികളുടെ ഫണ്ടാണ് എന്നൊക്കെ പറയുന്ന ആക്ഷേപവും ആരോപണവും ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിലേക്കാണ് ഈ EDയുടെ പരിശോധനയും കാര്യങ്ങളൊക്കെ പോകുന്നത്. ഇപ്പോൾ ഗോകുലം ഗോപാലൻ ഇതിൻ്റെ ഒരു തലതൊട്ടപ്പനാക്കി കണക്കാക്കി അദ്ദേഹത്തെ ശരിപ്പെടുത്താൻ തീരുമാനിക്കുകയും അദ്ദേഹത്തിൻ്റെ എല്ലാ ചിട്ടി കേന്ദ്രങ്ങളിലും അല്ലേ ഒരുമിച്ച് റെയ്ഡ് നടത്തുകയും 1.5 കോടി രൂപ പിടിച്ചെടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. 1.5 കോടി പിടിച്ചെടുക്കാൻ കാരണം അയാളുടെ വലിയ ഒരു ഫിനാൻസ് കമ്പനിയാണ്. അപ്പോൾ ഫിനാൻസ് കമ്പനിയിൽ പണമില്ലാതെ നമുക്ക് ചാള പിടിച്ചെടുക്കാൻ പറ്റൂല. അതെ, അല്ല പണം ഇവർ പിടിച്ചെടുത്തിട്ടുണ്ടോ, കണക്കുണ്ടോ കണക്കില്ല എന്നുള്ളത് പിന്നീടാണല്ലോ അറിയാം. അത് ഇയാളാണല്ലോ അതിൻ്റെ കണക്ക് കൊടുക്കേണ്ടത്. ഇതിൻ്റെ അകത്ത് വാർത്ത നമ്മളുടെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഒരിക്കലും നേരിട്ട് പറയുന്നില്ല. ഞങ്ങൾ ഇയാളുടെ ഓഫീസ് പരിശോധിച്ചു, ഇയാൾ കണക്കിൽപ്പെടാത്തായിട്ടുള്ള 1.5 കോടി രൂപ അയാളുടെ ഓഫീസിൽ നിന്ന് ഞങ്ങൾ പിടിച്ചിട്ടുണ്ടെന്ന് അവർ പറയുന്നില്ല. മറ്റതൊക്കെ വാർത്തകൾ, മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളാണ്. ഇത് കുറേ കഴിയുന്ന സമയത്ത് എന്ത് സംഭവിച്ചെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഒരു ഫിനാൻസ് കമ്പനിയിൽ റെയ്ഡ് നടത്തിയാൽ അവിടെ പണം ഉണ്ടാകും, ആ പണം എടുത്തുകൊണ്ട് പോകും. അത് നല്ല പണമാണോ ചീത്ത പണമാണോ എന്നൊക്കെ മണത്ത് തിന്ന് നോക്കാൻ പറ്റില്ല. അതൊക്കെ ഇവരുടെ കണക്ക് വെച്ചിട്ട് കുറേ കഴിയുന്ന സമയത്തായിരിക്കും പറയുന്നത്. അപ്പോൾ ഇയാൾ ഈ കള്ളപ്പണമാണ് അതിനകത്ത് ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇയാൾക്ക് ജയിലിലേക്ക് പോവാം, അല്ലെങ്കിൽ ഇയാൾക്കൊന്നും സംഭവിക്കില്ല. ഇയാൾക്കെതിരെ ഒരു നാടകം മാത്രമാണ്, ഭീഷണി നാടകം മാത്രമായിട്ടത് മാറിത്തീരും. അങ്ങനെ മാറിത്തീർന്നാൽ അത് ഈ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ED എന്ന് പറയുന്നതിൻ്റെ ക്രെഡിബിലിറ്റിയെ നഷ്ടപ്പെടുത്തുന്നതായിരിക്കും. കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ED ഉപയോഗിക്കണം, പക്ഷേ ED ഉപയോഗിക്കുമ്പോൾ സമയത്ത് അതിൻ്റെ ഒരു ക്രെഡിബിലിറ്റി നഷ്ടപ്പെടാത്ത രീതിയിലായിരിക്കണം പിന്നീട് അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പോകേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്കിങ്ങനെ നാടകം കണ്ട് വല്ലാത്ത തരത്തിൽ നമുക്ക് നാണം വരും. ആ സ്ഥിതി ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. ED പരിശോധിക്കേണ്ടതാണെങ്കിൽ പരിശോധിക്കണം. ഇയാൾ കുറ്റക്കാരനാണെങ്കിൽ ഇയാളെ ശിക്ഷിക്കുകയും ചെയ്യണം. എങ്കിലാണ് ഈ കള്ളപ്പണവും അതുപോലെയുള്ള പരിപാടികളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന ആയിട്ടുള്ള ആളുകൾ കുറച്ച് ഭയപ്പാടോടുകൂടി ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനായിട്ടുള്ള സാധ്യത ഉണ്ടാകും. കാരണം ഈ കള്ളപ്പണം എന്ന് പറഞ്ഞാൽ പല മേഖലകൾ വ്യാപിച്ചു കിടക്കും. നമ്മുടെ സമൂഹത്തെ മുഴുവനും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ലഹരി, ആ ലഹരി മാഫിയയുടെ പിന്നാമ്പുറം എന്ന് പറയുന്നത് കള്ളപ്പണം ഒഴുകുന്ന ഒരു മേഖലയാണ്. അപ്പോൾ ഇതിലൊക്കെ ശരിക്കും ED കടന്നു ചെന്ന് അതൊക്കെ പരിശോധിക്കുകയും അതിനെ നിയന്ത്രിക്കുകയും ചെയ്യേണ്ടത് സമൂഹത്തിന് പൊതുവായിട്ടുള്ള കാര്യമാണ്. പക്ഷേ രാഷ്ട്രീയ ഉപകരണമായിട്ട് BJPയുടെ എതിരാളികളെ ശരിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള കോടാലിക്കൈയായിട്ട് മാത്രം ED മാറുന്നത് നല്ലതല്ല. പകരം സമൂഹത്തിന് വളരെ കൃത്യമായിട്ട് നല്ല സന്ദേശങ്ങൾ കൊടുക്കാൻ പറ്റുന്ന തരത്തിൽ മോശമായിട്ടുള്ള ഫണ്ട് വരുന്നുണ്ടെങ്കിൽ, തീവ്രവാദികളുടെ ഫണ്ട് വരുന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ മയക്കുമരുന്ന് മാഫിയയുടെ ഫണ്ട് വരുന്നുണ്ടെങ്കിൽ അതൊക്കെ കണ്ടെത്തി അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളെ മുഴുവനും സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരികയും അവരെ ശിക്ഷിക്കുകയും നല്ല നടപ്പിന് വിധിക്കുകയും ചെയ്യുക എന്നുള്ളതായിരിക്കണം ഇവരുടെ ഒരു ആത്യന്തിക ലക്ഷ്യമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണെങ്കിൽ നല്ലതാണ്. മറിച്ച് രാഷ്ട്രീയ ഉപകരണമായി കഴിഞ്ഞാൽ അതിനൊന്നും ഒരു പ്രസക്തിയും പിന്നീട് ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.